പ്രിയങ്കരനായ വേദിയിലെ വിശിഷ്ടാതിഥികൾ, ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ ശശീന്ദ്രൻ അവർകൾ, പ്രിയപ്പെട്ട ശ്രീ പി.കെ. കൃഷ്ണദാസ്, അതിനേക്കാളുപരി ഒറ്റപ്പാലത്തിൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒറ്റപ്പാലംകാരനായ കവി ശ്രീ പി.ടി. നരേന്ദ്രമേനോൻ, പ്രിയങ്കരനായ ശ്രീ ലാൽ ജോസ്, ഇന്നത്തെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളൊന്നുമല്ല, പ്രിയപ്പെട്ട പമ്പാവാസൻജി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ സദസ്സിലുള്ള വിവിധ സംഘടനകളുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. ഒറ്റപ്പാലത്ത് ഇത് ഇങ്ങനെയൊരു സംരംഭം ആദ്യമായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളവരുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് ഒറ്റപ്പാലം. നമുക്ക് ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഈ നാടിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ഏറ്റവും നല്ല കൂട്ടായ്മകളുള്ള ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം. ഇന്നത്തെ ഒരു പ്രത്യേകത, വിദേശ മലയാളിയായിട്ടുള്ള എത്രയോ വർഷമായി വിദേശത്ത് സ്വന്തമായ സംരംഭങ്ങൾ ആരംഭിച്ച് വളരെ വിജയകരമായി ഇന്ന് പല രാജ്യങ്ങളിലുമായി പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നെടുനായകത്വം വഹിക്കുന്ന ശ്രീ പമ്പാവാസൻ നായരുടെ സന്മനസ്, അദ്ദേഹത്തിൻ്റെ സഹജീവികളോടുള്ള ഒരു കരുണയും സ്നേഹവും അതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ നാട്ടിൽ നിന്നും പോയി മുംബൈയിൽ പ്രവർത്തിച്ച് അവിടുത്തെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് അവിടെയുള്ളവരുടെ ജീവിതവും അവരുടെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾ. വിദേശത്ത് പോയി ഒരു നല്ല നിലയിലെത്തി അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും പ്രവർത്തനവുമൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ ഒരുപാട് പേരുടെ സഹായവുമൊക്കെ ലഭിച്ച് നല്ല ഒരു നിലയിലെത്തിയപ്പോൾ വളർന്നു വന്ന സാഹചര്യം മറക്കാതെ, നാടിനെ മറക്കാതെ, നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ദയനീയമായ സ്ഥിതി മറക്കാതെ ഇങ്ങനെയൊരു സംരംഭം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മാരകമായിട്ട് ആരംഭിച്ച ട്രസ്റ്റിൻ്റെ പേരിൽ തങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കിട്ടിയ ആ ഒരു ഓഹരിയിൽ നിന്നും ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ എടുത്തൊരു തീരുമാനമാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. ഏകദേശം 50 വീടുകളോളം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ സർക്കാരിന് കഴിയാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും കഴിയാത്ത തരത്തിൽ പാവപ്പെട്ട ആളുകളെ തിരഞ്ഞുപിടിച്ച് അർഹരായ ആളുകൾക്ക് മറ്റൊന്നും നോക്കാതെ ഇങ്ങനെയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട പമ്പാവാസൻ നായർ നമ്മുടെ എല്ലാം ഒറ്റപ്പാലത്തിൻ്റെ, പാലക്കാടിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി നേരുകയാണ്. മുംബൈയിൽ അദ്ദേഹം കഴിഞ്ഞ സ്ഥലത്ത് ഇനി എത്ര സർക്കാർ മാറി വന്നാലും അവിടുത്തെ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, അത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് മുംബൈ. അവിടെ പോയവർക്കറിയാം, മനുഷ്യരാണോ അവിടെ കഴിയുന്നത്, മൃഗതുല്യരായി കഴിയുന്ന ആളുകളാണ്. അത്രയും മൃഗങ്ങൾക്ക് പോലും, വളർത്തുമൃഗങ്ങൾക്ക് പോലും കിട്ടുന്ന പരിഗണന മനുഷ്യർക്ക് കിട്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് രാജ്യത്തിൻ്റെ, സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുള്ള സ്ഥലമാണ്. ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് മുംബൈയാണ്, മഹാരാഷ്ട്രയാണ്. എന്നിട്ട് പോലും അവിടുത്തെ ദൈനംദിന ജീവിതം, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കാൻ, അവരുടെ ദയനീയമായ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ള ആൾ. നാട്ടിൽ മാത്രമല്ല, തൊഴിലിടത്ത് പോലും പ്രയാസം നേരിടുന്ന ഒരു സന്മനസ് കാണിച്ചുകൊണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു സഹാനുഭൂതിയും കരുണയും കാണിച്ച അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ചെയ്താൽ അതൊക്കെ കുറേ പേര് അറിയും, എത്ര രഹസ്യമൊക്കെ ചോദിച്ചാലും. പക്ഷെ മുംബൈയിലൊക്കെ ചെയ്ത ആരും പേര് കേട്ടാനോ പ്രശസ്തി കിട്ടാനോ അല്ല, ആ ഒരു വലിയ കടലിൽ കായം കലക്കുന്നത് പോലെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും തൻ്റേതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. താൻ നേരിട്ട് കണ്ട അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ തീരുമാനിച്ചത് നമ്മൾ അറിയപ്പെടാത്ത ആൾക്കാരാണ്, നമ്മൾ ഒരിക്കലും കാണാൻ പോകുന്നില്ല.
പക്ഷെ അവരെ മനുഷ്യരായി കണ്ട് ആ മനുഷ്യത്വം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് വള്ളുവനാടിൻ്റെ ഒറ്റപ്പാലത്തിൻ്റെ ഒരു ആദരം താങ്കൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സുമനസ്സുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്. കോവിഡ് കാലത്തൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഒരു സഹായത്തിന് വേണ്ടി കൈനീട്ടിയിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ഭരണകൂട ഭീകരത ഉണ്ടായിട്ടുള്ള ഒരു കാലം കൂടിയാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്, അവർക്കൊക്കെ അവരെ സ്വന്തം ജീവനിൽ ഭയമുണ്ട്. ആ കാലത്ത് ഞാൻ ഓർക്കുകയാണ്, പല ജനപ്രതിനിധികളും ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. കാരണം വിളിക്കുന്നത് എന്തിനാ എന്നുള്ള ഭയമാണ് മറുതലയ്ക്കുള്ള ആളുകൾ. അയൽ വീട്ടുകാരെ പോലും നോക്കാതെ ജനലടച്ച് സ്വന്തം സംരക്ഷണം നോക്കിയിട്ടുള്ള ഒട്ടേറെ പ്രമുഖരുള്ള അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സംവിധാനമുള്ള നല്ല സൗകര്യമുള്ള ആളുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാനത് പരാമർശിക്കുന്നില്ല. അപ്പം സ്വാർത്ഥത മനുഷ്യന് കൈവെടിയുന്നില്ല. ഈ ആപൽ ഘട്ടത്തിൽ പോലും സ്വന്തം കാര്യം നോക്കുക എന്നുള്ള ചിന്ത കുറേ ആളുകളിലൊക്കെ ഉണ്ട്. പക്ഷേ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അത് സ്വന്തം അച്ഛനമ്മയായിട്ട് പോലും മക്കൾ ആ ബോഡി ഒന്ന് കൊണ്ടുപോകാൻ, ആശുപത്രിയിലൊന്ന് മാറ്റാൻ, അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്ക്, സംസ്കാര ചടങ്ങുകൾക്ക് പോകാൻ തയ്യാറില്ലാതെ ഏതൊക്കെയോ ആളുകൾ, അന്യരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വോളണ്ടിയർമാരായി വന്ന് ഈ ബോഡി ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ അത് ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയൊക്കെ നോക്കി കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ട് കാര്യമില്ല, മക്കളോ അച്ഛനോ അമ്മയായിട്ട് കാര്യമില്ല, മനുഷ്യത്വം എല്ലാവരിലും വേണം. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള അതാണ്. ലോകത്തെല്ലാവർക്കും മനുഷ്യരുണ്ട്, അവരെല്ലാം ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ആ മനുഷ്യർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ്? മനുഷ്യത്വമാണ്. എല്ലാവരും മനുഷ്യത്വമുള്ളവരല്ല. പല ഭാഷയും പല സംസ്കാരവും പല പ്രദേശത്തും ജനിച്ചവരും ജീവിക്കുന്നവരായിരിക്കും. മനുഷ്യൻ ഗണത്തിൽപ്പെടും. പക്ഷേ യഥാർത്ഥ മനുഷ്യരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്നേഹവും ആർദ്രതയും ബഹുമാനവും അതുപോലെ ആദരവും അതിനേക്കാൾ ഉപരി സഹാനുഭൂതിയും കരുണയോടുകൂടി പ്രവർത്തിക്കാനുള്ള മനസ്സും അതുള്ളവരാണ് മനുഷ്യർ. അതേത് ജാതിയായാലും ഏത് മതമാണെങ്കിലും ഏത് ഭാഷ സംസാരിച്ചാലും എന്താണ്? മനുഷ്യത്വമാണ്. അപ്പം നമ്മളിൽ മറ്റുള്ളവരിൽ നിന്നും മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൃഗതുല്യരാകാതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എത്ര സമ്പാദിച്ചാലും നമ്മൾ ഭൂമിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മറക്കാതിരിക്കുക. നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഉയരങ്ങളിലെത്തുക. ജനപ്രതിയാകട്ടെ, മന്ത്രിയാകട്ടെ, വലിയൊരു ബിസിനസ്സുകാരനാകട്ടെ, ഒറ്റയ്ക്ക് ആർക്കും ഒന്നും സമൂഹത്തിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ സഹകരണമാണ്, ഈ സഹാനുഭൂതിയും സ്നേഹവുമാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഗൾഫിൽ ഞാൻ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിചരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, സ്നേഹം കിട്ടിയിട്ടുണ്ട്. അമിതമായിട്ടൊന്നുമല്ല, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു അഭിമാനം തോന്നും. നമ്മുടെ നാട്ടുകാരൻ ഒരുപാട് പേരുടെ കുടുംബം സംരക്ഷിക്കുന്ന ആളാണ്. എത്രയോ കുടുംബങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ കരുണയോടുകൂടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. തീർച്ചയായിട്ടും ഒറ്റപ്പാലത്തുകാർക്കും ആവോളം താങ്കളുടെ സ്നേഹം അനുഭവിക്കാൻ ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.